നമസ്കാരം. 6 ISL ക്ലബ്ബുകൾ ഇതുവരെ ഇത്തവണത്തെ ISLൽ പങ്കെടുക്കുമെന്ന് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. സുപ്രധാനമായ വാർത്ത ഇതാ പുറത്തു വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യക്കാരും റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കസ് മെർഹുലാവോയാണ് ഇതിൻ്റെ റിപ്പോർട്ടർ. 6 ISL ക്ലബ്സ് യെറ്റ് ടു കൺഫേം എന്നാണ്. സീക്ക് സപ്പോർട്ട് ഫ്രം സ്പോർട്സ് മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വാർത്ത അവതരിപ്പിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം ISL ഫെബ്രുവരി 14 ആരംഭിക്കുമെന്ന് പറഞ്ഞത് യൂണിയൻ സ്പോർട്സ് മിനിസ്റ്ററാണ്. പക്ഷേ ക്ലബ്ബുകളിൽ പലരും ഇപ്പോഴും അവരുടെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. കാരണം ക്ലബ്ബുകൾക്ക് അവരുടെ ഫൈനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കേണ്ടതുണ്ട്, അതിന് അസിസ്റ്റൻസ് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്ലബ്ബുകൾ എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതിങ്ങനെയാണ്: അക്കോർഡിംഗ് ടു സോഴ്സസ്, കണ്ടീഷണൽ ഇമെയിൽസ് ഹാവ് ബീൻ സെൻഡ് ബൈ ബംഗളൂരു FC, ചെന്നൈയിൻ FC, കേരള ബ്ലാസ്റ്റേഴ്സ്, FC ഗോവ, മുംബൈ സിറ്റി. അപ്പോൾ ഈ ക്ലബ്ബുകൾ കണ്ടീഷണൽ ഇമെയിൽസാണ് അയച്ചിട്ടുള്ളത്. അതായത് ഓരോ നിബന്ധനകൾ വെച്ചുകൊണ്ട്, അതനുസരിച്ച് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു ISLലെ പാർട്ടിസിപ്പേഷൻ പറയുന്നത്. അതേസമയം ഒഡീഷ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഒഡീഷ FC ഹാവ് ഓൾസോ നോട്ട് കൺഫേംഡ്. അവർ AFFന് വ്യാഴാഴ്ച, അതായത് ഇന്നത്തെ ദിവസം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് എഴുതും, ക്ലബിൻ്റെ ഡിസിഷൻസും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇതിൽ പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ, കോസ്റ്റും റെലഗേഷനും, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാരിറ്റി ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ക്ലബ്ബുകൾ പറയുന്ന അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് പ്രൈമറിലി അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദി സ്പോർട്സ് മിനിസ്റ്റർ. സ്പോർട്സ് മിനിസ്റ്റർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചാണ് അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. അതേസമയം ക്ലബ്ബുകൾക്ക് സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്ന് ഹെൽപ്പ് വേണം, ഇൻഫ്രാസ്ട്രക്ചറിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് വേണം. പർട്ടിക്കുലർലി ഗോവയിൽ സ്റ്റേഡിയവും അതുപോലെ തന്നെ ട്രെയിനിങ് ഗ്രൗണ്ടും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഗോവയുടെ കയ്യിലാണ്. അതുപോലെ തന്നെ ചെന്നൈയിൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് തമിഴ്നാടുവിൻ്റെ കയ്യിലാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്ന് ഹെൽപ്പ് വേണം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കോമൺ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസി ഫീസ് 1 കോടി ഓരോ ക്ലബ്ബും കൊടുക്കണമെന്ന് പറഞ്ഞത് അത് ഒഴിവാക്കി കിട്ടണം. കാരണം ഓൾറെഡി അവർ ഡയറക്റ്റ്ലി ഓപ്പറേഷണൽ കോസ്റ്റിന് ലീഗ് റൺ ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നിരിക്കെ പിന്നെ ഈ 1 കോടി കൊടുക്കുന്നതിൽ അർത്ഥമില്ല, അത് ഒഴിവാക്കി കിട്ടണം എന്നൊക്കെയാണ് ആവശ്യം. ഏതായാലും ക്ലബ്സ് ഇപ്പം താരങ്ങളുടെ സാലറി റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഹെൽപ്പ് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നത് കണ്ടറിയണം. ഇപ്പോൾ ഫെബ്രുവരി 14 എന്ന് സ്പോർട്സ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 14 ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നും പറയുന്നു. ബട്ട് സ്റ്റിൽ ഈ 6 ക്ലബ്ബുകളെങ്കിലും അവരുടെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.